ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതേ ബുധനാഴ്ച, ഇന്ന് രാവിലെയും ഞാൻ പാച്ചുവിനെ കണ്ടുകൊണ്ടാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ പാച്ചു എൻ്റെ കൂടെയാണ് എണീറ്റ് വന്ന് നേരെ മുറ്റത്തേക്ക് പോയി കാറിൻ്റെ ഇതേതാ ഈ കാറ് എന്നുള്ള ചോദ്യമാണ് കേട്ടോ പാച്ചുവിൻ്റെ. അപ്പോൾ അങ്ങനെ പാച്ചു അവിടെ നിൽക്കുന്ന നേരത്ത് ഞാൻ വേഗം നമ്മളുടെ സാധാരണ ചെയ്യണ പോലെ നമ്മുടെ മെഴുകുതിരി കത്തിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങുക. അങ്ങനെ ഇന്ന് ബുധനാഴ്ച നല്ലൊരു ദിവസം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് എനിക്ക് എന്താ പറയുക, ഒന്ന് ഇരിക്കാൻ പറ്റിയില്ല എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ പാച്ചുവിന് രാത്രിയിൽ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ മൂപ്പര് ഓക്കെയായി. പക്ഷേ കുറച്ച് ഒരു കള്ളപ്പനി പോലെ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ മറ്റേ വെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ, നല്ല തിളപ്പിച്ചാറിയ വെള്ളം. ഭയങ്കര ദാഹമുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എന്തായാലും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചു, ഹോമിയോ. കാരണം അവൻ പാരസെറ്റാമോൾ എന്നല്ല ഒരു സിറപ്പും കഴിക്കാൻ കൂട്ടാക്കില്ല, അത് തോമും പറ്റണില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോമിയോ ആകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഹോമിയോൻ്റെ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പാപ്പനും സാധാരണ ചെയ്യണ പോലെ തന്നെ അപ്പാപ്പനും ഓച്ചും പാച്ചും കൂടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇന്നലെ Q&A കണ്ടിട്ട് കുറേ പേര് പറഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും അപ്പാപ്പനാണല്ലേ പോവാന്ന്. അപ്പോൾ ഒരു പരിധി വരെ എല്ലാത്തിനും ഓച്ചുവിൻ്റെ കൂടെ കുഞ്ഞിലേ തൊട്ട് അപ്പാപ്പനാണ് മണി എന്ന് വിളിച്ചു തുടങ്ങിയത് കേട്ടോ. ഞാൻ ഓച്ചു എന്നാണ് വിളിക്കുക. നമ്മളെ ബന്ധുക്കളൊക്കെ ഓച്ചു എന്ന് വിളിക്കുമ്പോൾ അപ്പാപ്പനാണ് മണിയെന്ന് വിളിച്ച് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിതേ കിച്ചണിലേക്ക് കയറി. അപ്പോൾ ഓച്ചു പോകാനുള്ള ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ എന്തായാലും വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒതുക്കാൻ വിചാരിച്ചത് ഈ കള്ളിയാണ് കേട്ടോ. ഈ സാരികളൊക്കെ ഒന്ന് ഞാൻ വിചാരിച്ചൊന്ന് മടക്കി ഒതുക്കി. കാരണം ഇപ്പം ഇങ്ങനത്തെ സാരി ഞാൻ ഉടുക്കണില്ല. വല്ല മരിച്ചവിടത്തേക്കോ അല്ല അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ സാരി. പക്ഷേ ബ്ലൗസ് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ കുഞ്ഞ് കൈയുള്ള ബ്ലൗസുകൾ. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഒരു സാരിക്ക് വേണ്ടി ബ്ലൗസ് തയ്ക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്കിപ്പോൾ ബ്ലൗസിൻ്റെ കാര്യം. വല്ലപ്പോഴും ഒരു സാരി എടുക്കാനായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ മടക്കി സാരി ബാഗിലാക്കി വെക്കുക, വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് വെറുതെ അലമാരി തിക്കിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ എണീറ്റ് ചാക്കോച്ചൻ്റെ കളിയാണ് കേട്ടോ. ചാക്കോച്ചൻ ഇറങ്ങി വന്നു. ചാക്കോച്ചൻ എന്നെ കണ്ടിട്ടുള്ള ചിരിയാണ്. അവന് ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചിരിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ എന്താ പറയുക, വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഓച്ചും ഡാഡിയും കൂടിയിട്ട് പാച്ചുവിനെയും കൊണ്ട് പോയി. അപ്പോൾ ബുക്ക് ചെയ്ത് പോയ കാരണം പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞ സമയത്ത് ചെല്ലണം എന്നുള്ളൂ. അങ്ങനെ അവർ പോയി എൻ്റെ പിന്നാലെ ഞാൻ പൂരി ഉണ്ടാക്കാൻ നിന്നു. പരിപ്പ് കറി ഇന്ന് ഡിവൈൻ്റെ വകയായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പ് കറിയും കാപ്പിയും വെച്ചിട്ട് ഡിവൈൻ നീങ്ങി. പൂരി ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. അങ്ങനെ തോമു കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റ്. അപ്പോൾ തോമുവിനെ കുളിപ്പിച്ചിറക്കണോട് കൂടിയിട്ട് എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെ അവനെ കൊണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോഴാണ് മൂപ്പര് സാധാരണ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങാറ്. ഇന്ന് മൂപ്പര് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി ഓടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ പാച്ചുള്ളപ്പോൾ അവൻ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ പുതിയ കാറ് കണ്ടു. അപ്പോൾ ആ കാറിൻ്റെ കുറേ വർണ്ണന അങ്ങനെയൊക്കെ ആയിട്ട് തോമു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഓച്ചു വന്നു കേട്ടോ. ഓച്ചു വരികയല്ല കേട്ടോ, ഓച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എനിക്ക് ആകെ ആശയക്കുഴപ്പം വരും. കാരണം നമ്മളിത് കാലത്ത് ഇപ്പൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകും കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഒരു തൊണ്ടവേദനയും പനിയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഗുളിക കഴിക്കാമെന്ന് വെച്ചപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിലെ കുട്ടികൾ പ്രത്യേകിച്ച് ആശ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യുക ആൻറ്റി, ചുക്കും കുരുമുളകും കഴിക്കുക, മിണ്ടുമ്പോൾ ഇങ്ങനെ ഗുളിക കഴിക്കേണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞാനത് ഓർത്തത് കേട്ടോ. ഞാൻ വേഗം ഒരു ചുക്കും കുരുമുളക് ഇട്ട് കഴിക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആശ്വാസമായി. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും പിന്നെയും എനിക്ക് കുറേ കാര്യങ്ങളുണ്ടായി. ഞാനത് വഴിയെ പറയാം കേട്ടോ. അങ്ങനെ 3 ആളും കൂടിയുള്ള കളിയാണ്. അപ്പോൾ ചാക്കോച്ചൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ വോക്കറിലായ കാരണം ഭയങ്കര സന്തോഷമാണ്. മൂപ്പർക്ക് വിചാരിച്ചിടത്തേക്കൊക്കെ എത്താൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ കാലുകൊണ്ട് നീക്കി പോകുന്നുണ്ട്. അപ്പോൾ 1-2 കുട്ടികൾ പറഞ്ഞിട്ട് ഇത്ര ചെറുപ്പത്തിൽ വോക്കറിൽ ഇരുത്തല്ലേ എന്ന് പറഞ്ഞു. അവരെൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ചാക്കോച്ചനെ സംബന്ധിച്ച് വലിയ പ്രശ്നം നമുക്ക് തോന്നിയില്ല. തോമും പാച്ചും ഒക്കെ ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷെ പറഞ്ഞു തന്നവരോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം അവരവരുടെ അനുഭവം വെച്ച് പറയുമ്പോൾ നല്ലതിനാണല്ലോ പറയണത്. അപ്പോൾ അതുകൊണ്ട് അത് സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ഡോണും ഡിവൈനും കൂടെയുള്ള പൂരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കടിച്ച് തിന്നാൻ വലിയ ഇഷ്ടമാണ്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെറുതെ തിന്നാൻ എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഡാഡിയും മോളും കൂടി കഴിച്ചു. അത് കഴിഞ്ഞ് ഡാഡിയുടെ ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പാച്ചുവിന് കൂടെ പോകണമെന്ന് പറഞ്ഞെങ്കിലും വലിയ വാശിയൊന്നും പിടിച്ചില്ല, കൂടെ ഇങ്ങോട്ട് പോകുന്നു. കാരണം ഒരു വട്ടം ഡാഡി കൊണ്ടുപോയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ മരുന്ന് കഴിക്കാൻ ഒട്ടും കൂട്ടാക്കുണ്ടായിരുന്നില്ല. അപ്പോൾ
ഇപ്പോൾ ദേ കണ്ടു 2 കുട്ടികളുടെയും രാവിലത്തെ ഒരു പരിപാടി കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ അകാണ് ഈ കാണുന്നത്. അപ്പോൾ കുട്ടികളാണ്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രി ഒതുക്കിയിടുന്നത് ഞാൻ കളിയാക്കിയിട്ട് പറയും രാവിലെ ഇവർക്ക് വലിച്ചിടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനിത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ 2 ആളും പോയി കഴിഞ്ഞാൽ ചാക്കോച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേറെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ചാക്കോച്ചൻ മുകളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒതുക്കിയിടും. നിങ്ങൾ കാണുന്നതല്ലേ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ കട്ട്ലേറ്റിലേക്കുള്ള ഇറച്ചി കീമ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വേഗം കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കഴിഞ്ഞാൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അങ്ങനെ പല പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് സംഭവം കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. പക്ഷേ സത്യത്തിൽ ഒന്നും നടന്നില്ല. അവസാനം എന്തുണ്ടായെന്ന് വെച്ചാൽ പഴയ കറികൾ കൂട്ടി കഴിക്കേണ്ട അവസ്ഥ വന്നു. രാവിലത്തെ പരിപ്പുണ്ടായിരുന്നു കേട്ടോ, പിന്നെ മാമ്പഴ പുളിശ്ശേരിയുടെ ഉണ്ടായിരുന്നു. മാമ്പഴ പുളിശ്ശേരി നിങ്ങൾ വിചാരിക്കും കുറേ ദിവസമായില്ലേ പുളിശ്ശേരിയൊക്കെ അങ്ങനെയാണ് കൂട്ടാലോ, അത് അറിയാലോ, അറിയുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ബോട്ടി എടുത്ത് വേവിക്കാനിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വരട്ടി വെച്ചാൽ ഒരു തടയ്ക്കായി, ഞാനുണ്ടാവണം മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്തു. ഇത് നമ്മുടെ കോളിഫ്ലവർ ഇന്നലെ വറുത്തതിൻ്റെ ബാക്കി കുട്ടി പീസുകളാട്ടോ. അതിൻ്റെ വീഡിയോ ഡിംപിൾ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് ഡിംപിളിൻ്റെ വീഡിയോയിൽ നോക്കിയാൽ അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിംപിളിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ചെയ്യുക. ഒരു വട്ടം വറുത്തിട്ട് ബാക്കി കുഞ്ഞി പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടി വേവിക്കാട്ടോ. കുട്ടികളില്ലാത്തപ്പോഴാണ് ഞാനിത് വേവിക്കുക. അവർക്ക് ഇതിൻ്റെ മണം വലിയ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഡിവൈന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്ത് നമ്മുടെ കട്ട്ലേറ്റിലേക്കുള്ള സംഭവങ്ങൾ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട്ലേറ്റ് വേണ്ട, നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഒരു സ്നാക്ക് പോലെ ഉണ്ടാക്കാം. ഇന്നലെയും കട്ട്ലേറ്റ് ആണ്, അപ്പോൾ ഇന്ന് എന്തായാലും മീൻ വറക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട്ലേറ്റ് ഉണ്ടാക്കണ്ട, സ്നാക്കായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രെഡ് ഉണ്ടായിരുന്നു 2 പീസ്, അതും നനച്ച് ഉടച്ച് അതിൽ കൂടെ കുഴച്ച് അതൊരു ബൗളിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഊറ്റി അപ്പുറത്ത് വെച്ചു. മറ്റേ ഇത് വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. മറ്റേ ബോട്ടി ഇത് ഇഡ്ഡലി 4 ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇഡ്ഡലി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് സാരിയുടെ സംഭവങ്ങൾ വന്നതും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തപ്പോൾ അത് ഇട്ടു എന്നുള്ളൂ കേട്ടോ. അതൊക്കെ ശരിക്കുള്ള വീഡിയോസ് കുട്ടികളുടെ ചാനലുകളിൽ മാറി വരും. ഇത് ബെസ്റ്റ് സാരി കേട്ടോ, നല്ലൊരു തരം പച്ചയും ഒരു റാണി പിങ്ക് കളറും കൂടിയിട്ട് നല്ല സാരി, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. അപ്പോൾ അങ്ങനെ ഇതും അതുപോലെയുള്ള സാരികളാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുർബാന സ്വീകരണം, പിന്നെ മാമോദീസ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതുപോലത്തെ ലൈറ്റ് ഷെയ്ഡുകളാണ് എല്ലാവരും പ്രിഫർ ചെയ്യണത്. അത് കോൺട്രാസ്റ്റ് ബോർഡറായിട്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരികളാട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ നമ്മളുടെ അടുക്കളയിലത്തെ കാര്യങ്ങൾ ഇത് ഡാഡി ഒതുക്കി വെക്കുമ്പോൾ വന്നിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇഡ്ഡലി നമ്മളുടെ പീസുകളാക്കി ഞാൻ മുറിച്ച് മാറ്റി വെച്ചു ഇഡ്ഡലി മസാല ഉണ്ടാക്കാനായിട്ട്. അപ്പോഴേക്കും ഡാഡി മറ്റേ ഇത് പനങ്കൽക്കണ്ടം, നമ്മുടെ ചാക്കോച്ചനുള്ള പനങ്കൽക്കണ്ടം, പിന്നെ നമ്മുടെ സൺറൈസാണ് ഇപ്പോൾ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ പഞ്ചസാര, പാൽ, ഇതൊക്കെ കൊണ്ട് ഡാഡി വന്നു. അപ്പോൾ നമ്മൾ ഉച്ച നേരത്താണ് ഇതൊക്കെ വാങ്ങിക്കാട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് നമ്മളുടെ വീട്ടിലെ കുട്ടികളുടെ ആരോഗ്യം വരെ നോക്കുന്ന നമ്മളുടെ കൂടെയുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് നല്ല പാൽ കിട്ടുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചോളൂ എന്നൊക്കെ വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ നന്നായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, കുറച്ചധികം പേരുണ്ട്. അവരിൽ ഒരാളാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാനുള്ള വളകളാണ്. അപ്പോൾ അത് റൂബി വൈറ്റ് ലവ് എന്ന് എഴുതിയിട്ടുള്ള ക്ലിപ്പിൻ്റെ ബാങ്കിളാണ്. ക്ലിപ്പല്ല, ഇങ്ങനെ വലിച്ച് ഇതാക്കണ ബാങ്കിളാണ്. ഇതൊക്കെ പുതിയ പാറ്റേൺ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്രേസ്ലെറ്റ് ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും നമ്മളുടെ ഈ ബ്രേസ്ലെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. നമ്മുടെ ഈ താഴെ കിടക്കണത് കേട്ടോ, ഇത് വളയാണ്. ബ്രേസ്ലെറ്റ് കാര്യം ആൻറ്റി പറയണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഒരുപോലെ വാങ്ങിക്കും. അതാണ് ഈ 2 കാണുന്നത്. അപ്പോൾ 2 വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം ഇട്ടിട്ട് കളറ് പോയിന്ന് തോന്നുമ്പോൾ അടുത്തത് ഇട്ടിട്ട് ഈ കളറ് പോയത് നമ്മളുടെ അടുത്ത് തിരിച്ചയക്കും പ്ലേറ്റ് ചെയ്യാൻ. അങ്ങനെ ഒരു അപ്പനും മോനുള്ള ബ്രേസ്ലെറ്റാണ് ഇത് കേട്ടോ. ഒരു സെറ്റ്, ഒന്ന് വലുതും ഒന്ന് ഒരു 12 വയസ്സൊക്കെ ആയ ഒരു മോനുള്ളത്. അപ്പോൾ അങ്ങനെ പാച്ചുവിന് ORS വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ഇലക്ട്രൽ, അതായത് അവന് ഇനിയിപ്പോൾ എന്താ പറയുക, മരുന്നോ കഴിക്കണില്ല, ഭക്ഷണവും കഴിക്കണില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത്തിരി ഇതായിക്കോട്ടെ വിചാരിച്ച് വെള്ളത്തിന്, പക്ഷേ അവൻ കുടിച്ചൊന്നുമില്ല കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ പ്ലേറ്റ് ചെയ്ത് വന്നതാണ്. ഇതിപ്പോൾ ഒരു വള കൊണ്ടുവന്നതാണ്. പക്ഷേ അതെന്തുണ്ടായെന്ന് വെച്ചാൽ അതിൻ്റെ മറ്റേ ഉള്ളിൽ നിന്ന് വിട്ടു പോന്നു. ആ വിട്ടു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ
വലിയ വളയുടെ റിങ്ങാണ്, തെറ്റി വന്നതാണ്. അപ്പം ഞാനത് ഒരു കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ എടുത്തപ്പോൾ പെട്ടുപോയതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ശരിക്കും ഇതിൽ പെടേണ്ട വീഡിയോ അല്ല, പക്ഷേ സാരമില്ല, എങ്ങനെയായാലും നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതുപോലെ അതെടുത്തപ്പോഴാണ് എനിക്ക് 2.6-ൻ്റെ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കരിമണിയുടെ വളകൾ. അപ്പോൾ ഇതൊക്കെ 2.6 സൈസ് കേട്ടോ, 2.6 ഇതിൻ്റെയൊക്കെ സൈസ്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മളുടെ കയ്യിലുള്ളതാണ്. അതുപോലെ തന്നെ ദേ സൂഫിയുടെ മോതിരങ്ങൾ ഒരു 5 കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ടാവും, വളയും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കറിയാലോ അതൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. അപ്പോഴേക്ക് ചാക്കോച്ചൻ ഉച്ചത്തെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ടാണ് രാവിലത്തെ ഫുള്ള് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികളെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ എല്ലാം ഡിവൈനും ഡിംപിളും ഒക്കെ കൂടിയിട്ടാണ് ചെയ്യണത്. കാരണം കഴിഞ്ഞ 2 ദിവസം വരെ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് കുട്ടികളാണ് കംപ്ലീറ്റ്. കാരണം അവരൊക്കെ ഓക്കെ ആയി തുടങ്ങി. അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു, ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് എവിടേക്കോ എന്തൊക്കെയോ ഒരു മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ഈ കുൾഫി എന്നെടുക്കുമ്പോഴും തണുത്തിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഒതുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ ഭാഗങ്ങൾ എടുത്ത് വന്ന് ഇപ്പോൾ ചെമ്മീൻ 2 പാത്രത്തിലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എടുത്ത് വന്നപ്പോൾ ഒറ്റ പാത്രത്തിലുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഐസ് ബാറുകളാണ്. അത് നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ, ഇത് ശരിക്കും പൊന്നൂന് മെഡിസിൻസ് വെച്ചിരുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. കാരണം എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പലതരം പൊടികൾ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. മറ്റേ ജിഞ്ചർ, പിന്നെ ഗാർലിക്കിൻ്റെ പൗഡർ, പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് പൗഡർ, മറ്റേ പൊട്ടാറ്റോ പൗഡറൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് കറി ഇത്തിരി ലൂസായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കോൺഫ്ലവറിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ടൊമാറ്റോ പൗഡർ. അങ്ങനെ ഒരുവിധം ആപ്പിൾ വരെ ഞാൻ ഉണക്കിയത് ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാരണം എല്ലാതും നല്ലതാണ്. അതിൽ ഓറഞ്ചിൻ്റെ പൗഡർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഈ ഓറഞ്ചിൻ്റെ പൗഡറൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ തൊലി, ശരിക്കുള്ള തൊലി ഞാൻ വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. 3 പാത്രമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എണ്ണ കാച്ചുമ്പോഴായാലും വെറുതെ ഇടാനായാലും ഞാൻ റോസ് പെറ്റൽസ് പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് വേറെ ഒന്നുമില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അങ്ങനെ ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത് താഴെ ഡ്രോയിൽ വെച്ചെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട മുകളിലേക്ക് വെക്കാൻ. അങ്ങനെ കള്ളിയെടുത്തപ്പോഴാണ് നോക്കിയപ്പോൾ നിറച്ച് വെള്ളം. നോക്കിയപ്പോൾ അതിൽ കൃപാസനത്തിലത്തെ വെളിച്ചെണ്ണ തേൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്ത് വെച്ചപ്പോൾ എപ്പോഴോ ഉറുമ്പ് അങ്ങോട്ട് കയറിയിട്ട് അതുമ്മ ഇങ്ങനെ എന്താ പറയുക ഓട്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കമത്തിയിട്ടിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചു. അപ്പോൾ പിന്നെ കട്ടയാകുമ്പോൾ ഒലിച്ച് പോവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫ്രീസ് ആവേണ്ട സാധനങ്ങൾ കട്ടയാവണില്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഞാൻ പിന്നെ വേഗം ഡോണിനെ വിളിച്ച് ഇതിങ്ങനെ ഈ ഒരു പീസ് വീഡിയോ ഞാൻ അവനെ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു കൈയോടെ അവരോട് പറയുക വേഗം, കാരണം 10 വർഷത്തെ വാറൻറ്റിയാണുള്ളത്. നമ്മളിപ്പോൾ ഓൾറെഡി 5 വർഷം കഴിഞ്ഞു, 6ാമത്തെ വർഷമാണിത്. അപ്പം ഞാൻ പറഞ്ഞു വേഗം പറഞ്ഞോളൂ, കാരണം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഫ്രിഡ്ജ് നിറച്ച് സാധനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നാശമായിപ്പോയി. ഇത് ആപ്പിൾ ഉണക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എനിക്കൊരു ഹരമാണ് ഈ ഉണക്കി സാധനങ്ങൾ മാറ്റി വയ്ക്കുക എന്നുള്ളത്. ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ ഞാൻ. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മസാലകളാണ്. മസാല എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബെസ്റ്റിൽ നിന്ന് കിട്ടും. ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ബെസ്റ്റിൽ നിന്ന് കിട്ടും കേട്ടോ. ടേസ്റ്റ് മേക്കേഴ്സ്, പിന്നെ എന്താ പറയുക, ഒരുവിധം എല്ലാ സാധനങ്ങളും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്ക്, ഒരു കല്യാണത്തിന് പോകുമ്പോൾ, എന്താ പറയുക കാറ്ററിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, എല്ലതും അവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സ്, അതായത് അവിടെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും, കാറ്ററിംഗുകാർ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങാത്തൊലി ഉണക്കി വെച്ചിട്ടുള്ള, പല ടൈപ്പിൽ ഉണക്കി വെച്ചിട്ടുള്ളത്, ഉലുവയും മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ പല രീതിയിൽ ഉണക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇതാണ് കേട്ടോ. ഇത് ചീസാണ്. ചീസ് എന്ന് പറഞ്ഞാൽ ഗാർലിക്കും ഇതൊക്കെ ഇട്ടിട്ടുള്ള ചീസാണ്. ഇത് പിന്നെ നമ്മുടെ മൊസറല്ല ചീസും ചീസ് സ്ലൈസും ഇങ്ങനെ കുട്ടികൾ കഴിച്ചിട്ട് ബാക്കി വരുമ്പോൾ ഞാൻ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വല്ല ഓംലെറ്റോ കാര്യങ്ങളുണ്ടാക്കുമ്പോൾ അതിൽ കൂടെ ചേർത്ത് ഞാൻ ഇവർക്ക് കൊടുക്കുകയും ചെയ്യുക. അപ്പോഴാണ് മഴയുടെ ഒരു കോളുണ്ടോ എന്നൊരു സംശയം. ഞാൻ ഓടി വന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും ഡാഡി എല്ലാ ടോയ്സും കൂടി ഒരുമിച്ച് കാർ പോർച്ചിലേക്ക് തള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ എത്ര വണ്ടികളാണ് പുറത്ത് കിടക്കണമെന്ന്. ഇതൊക്കെ വീടിൻ്റെ ഉള്ളിൽ മിണ്ടാണ്ട് ഓരോ വശത്ത് ഇരിക്കണ വണ്ടികളായിരുന്നു. അപ്പോൾ ഇപ്പോൾ അകത്തേക്ക് കയറ്റാനേ സമ്മതിക്കില്ല. അവർക്ക് അതിൽ തന്നെ ഓടിക്കണം. തോമൂന് വണ്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാൻ പറയണ്ടല്ലോ, സ്ലൈഡൊന്നും ഇഷ്ടമല്ല, വണ്ടിയെ ഇഷ്ടമുള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോ കണ്ടെയ്നറിലാക്കി
ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒതുക്കുമ്പോൾ നമ്മളറിയാലോ, ആദ്യം 2 ഒന്നിച്ച് വെച്ച് നോക്കും, പിന്നെ അത് ശരിയല്ല, ഒരെണ്ണം വെച്ചാൽ മതി എന്ന് തോന്നും. അങ്ങനെ ഒതുക്കി മാറ്റി മറിച്ചും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് നന്നാക്കാൻ വരുമ്പോൾ കംപ്ലീറ്റ് എടുത്ത് പുറത്ത് വെക്കേണ്ടി വരും, അതോ ഇനി ഇത് കൊണ്ടുപോകേണ്ടി വരുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ ശരിക്കും ഒതുക്കി വെക്കുമ്പോൾ എടുത്ത് മാറ്റി വെക്കാവുന്ന പോലെയാണ് ഓരോ കള്ളികളും ഞാൻ ഒതുക്കിയതിട്ട്. അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ശരിക്കും ഇന്ന് എനിക്ക് തോന്നുന്നു 2 മണി തൊട്ടുള്ള പരിപാടി ഇതായിരുന്നു. ഒരു 6:30-7 മണി വരെ ഇത് മാത്രമായിരുന്നു എൻ്റെ പരിപാടി കേട്ടോ. നിങ്ങൾക്കറിയാലോ ഏകദേശം എന്തോരം പണിയെടുത്താലോ ആ ഫ്രിഡ്ജിൻ്റെ സംഭവം. ശരി, ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ ഇങ്ങനെ ഫ്രീസ് ആവണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പഴച്ചു. കാരണം ഇനി ഇതൊക്കെ കേടാവില്ലേ, നെഗറ്റ്സ് ഉണ്ട്, സോസേജ് ഉണ്ട്, ഫിംഗേഴ്സ് ഉണ്ട്, എല്ലാതും ഇരിക്കുന്നുണ്ട്, പട്ടിയുടെ ഇറച്ചി വരെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഡിവൈനോട് പറഞ്ഞു, ഡിവൈനെ മുകളിലത്തെ ഫ്രിഡ്ജ് ഓൺ ചെയ്തിട്ട്. അതും പതിവില്ലാണ്ട് 8 പാക്കറ്റ് പാല് വന്നു. അതായത് ഡാഡിയും വാങ്ങിക്കൊണ്ടുവന്ന് മോനും വാങ്ങിക്കൊണ്ടുവന്നു, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാണ്ട് 4 പാക്കറ്റ് കൊണ്ടുവന്നു ഇന്നലെ രാത്രി. അപ്പം മൊത്തത്തിൽ എല്ലാം കൂടി ആകുമ്പോൾ നാശമായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ ദൈവം സഹായിച്ച് വേറെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കള്ളികൾ എനിക്ക് ഒന്നും കൂടി എല്ലാം ഒതുക്കിയിട്ടില്ല. അപ്പോൾ അതൊന്ന് എനിക്ക് ഒതുക്കണം. അപ്പോൾ ഇതെല്ലാതും മാറ്റി മറിച്ച് വന്നപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ വാഷ് ബേസിൻ നിറഞ്ഞു. കുറേ അപ്പുറത്തും കൊണ്ടുപോയിട്ടുണ്ട് കഴുകാനായിട്ട്. എന്നാലും സാരമില്ല, ഒറ്റയ്ക്കാകുമ്പോൾ കുഴപ്പമില്ല. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പണിയെടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് ഞാൻ പറയാറില്ലേ, കുറേ സമയം എടുക്കുന്നു. അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികളൊക്കെ ശാന്തരായിട്ട് കിടന്ന് ഉറങ്ങണം നേരമാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്യാം. അപ്പോഴേക്കും ഡാഡി ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് തീയിടാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ്പയറി വന്ന സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഒതുക്കി നിൽക്കുമ്പോഴാണ് നമ്മളുടെ ആൻസൺ വന്നത്. പക്ഷേ പാച്ചു കണ്ടിട്ടില്ല കേട്ടോ. ബുള്ളറ്റിൻ്റെ ഒച്ച കേട്ടപ്പോൾ അവൻ്റെ വിചാരം ഡോണാന്നാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് കാണുന്നത് അവൻ്റെ അപ്പയാന്നുള്ളത്. അപ്പോൾ അപ്പേനെ കാണുമ്പോഴുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. ഭയങ്കര എന്താ പറയുക, എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യൊന്നുമില്ല, എന്നാൽ എന്താ പറയുക ഭയങ്കര കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് പോയിട്ടാണ് ഞങ്ങളുടെ പലഹാരം 4 മണിക്ക് ചായ ഞാൻ ശരിക്കും കാപ്പി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൻസർ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ സാധനങ്ങൾ. അപ്പോൾ ഞാൻ പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനും എടുക്കാനും ഒന്നും കട്ട്ലേറ്റല്ല, ബ്രെഡ് ബോൾസ് ഉണ്ടാക്കാനും ഞാനൊന്നും മെനക്കെട്ടില്ല. കാരണം എൻ്റെ കംപ്ലീറ്റ് സമയം ചിറ്റിയില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഫ്രിഡ്ജിമയായി പിന്നെ എൻ്റെ പണി മുഴുവൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിൽവർ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ്, നല്ല ഡയമണ്ട് ഫിനിഷുള്ള ഓർണമെൻറ്റ്സ്. ഇത്തിരി കോസ്റ്റ്ലിയാണ്, പക്ഷേ കറക്റ്റ് എന്താ പറയുക ഭയങ്കര കുറവാണ് കേട്ടോ. മറ്റേ ഇത് കുറവാണ്, എന്താ പറയുക വായയിൽ കിട്ടണമില്ല, സ്റ്റോക്ക് കുറവാണ് കേട്ടോ. പക്ഷേ ഭയങ്കര നല്ല സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഡോൺ വന്നു. ഞങ്ങളിങ്ങനെ വട്ടട്ട് ഇരുന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാനൊരു ഇത് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റീമർ. അതായത് ഡിംപിൾ ബാംഗ്ലൂർക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ കണക്കാക്കിയിട്ട് ഫസ്റ്റ് ഇവിടെ ഡിവൈനാണ് വാങ്ങിച്ചത്, ഇൻഡസിൻ്റെ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, മൾട്ടിപർപ്പസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം വാങ്ങിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങി, എന്തായാലും അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അത് കൊണ്ടക്കോട്ടെ ബാംഗ്ലൂർക്ക് എന്ന് വിചാരിച്ചു. അപ്പോൾ ഡിംപിളും അതേ കുറച്ച് പാത്രങ്ങളൊക്കെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ വാങ്ങി തുടങ്ങി. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അവിടെ ഇരിക്കുന്ന ബാഗ് ഒരു മോൻ വന്നതാണ് കേട്ടോ നന്നാക്കാനായിട്ട്, പറഞ്ഞ വഴിക്ക്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണിൻ്റെ ഫ്രണ്ട്സാണ് ഈ നന്ദിലത്തിൽ, അവിടെ നിന്നാണ് നമ്മളെപ്പോഴും വാങ്ങിക്കുക സാധനങ്ങൾ. അപ്പോൾ ജി മാർട്ടിൽ നമ്മുടെ മാതൃഭൂമിയുടെ അവിടെ. അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ അപ്പം തന്നെ അവർ വരും കേട്ടോ. അവർ വന്ന് രാത്രിയിൽ നിന്നൊന്നും നോക്കിയില്ല, അവർ വന്ന് കംപ്ലീറ്റ് ശരിയാക്കി ഓക്കെ ആക്കി തന്നിട്ടാണ് അവൻ പോയത്. എനിക്ക് തോന്നുന്നു 9:15 ആയിട്ടുണ്ട് ശരിയാക്കി പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഫുഡ് കഴിച്ചു. അപ്പോൾ ആൻസനെ സംബന്ധിച്ച് ആൻസന് ഇത് ഭയങ്കര ഇഷ്ടമാണ്, അൽഫാം. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് ബുധനാഴ്ചയല്ലേ ഓഫറുള്ള ദിവസമാണ് മറ്റേ KFCക്ക്. പിന്നെ വിചാരിച്ചു വേണ്ട ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങി. 9:30 ആൻസിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അവന് നാളെ ലോഗിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ 2 വീലറിന് വന്ന കാരണം ഡിംപിളിനും മോനും പോകാൻ പറ്റിയില്ല. അപ്പോൾ നാളെ ഡാഡി കൊണ്ടുവന്നാക്കി കൊടുക്കും, മറ്റന്നാൾ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവർക്ക് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഭയങ്കര ഇഷ്ടമാട്ടോ, പ്രത്യേകിച്ച് കിയ അവിടെ ആയിരിക്കുമ്പോൾ ഇത് മാത്രം കഴിച്ച് വളർന്നത്. അവർ ഇറച്ചി മീനും വെക്കില്ലായിരുന്നു. അപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ KFCയും നഗറ്റ്സും ഒക്കെ വറുത്ത് കൊടുത്ത് ശീലിപ്പിച്ചിട്ട് അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ മാക്സിമം ഞാൻ അവൾക്ക് അങ്ങനത്തെയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുമെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഒരാൾക്കായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് എന്തോ എനിക്ക് അങ്ങനെ മനസ്സ് വരില്ല. കാരണം നമ്മൾ പറയില്ലേ 3 മക്കൾ നമ്മൾ ഒരുപോലെ കാണണം എന്ന് പറയില്ലേ, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മണി പ്ലാന്റൊക്കെ ഭയങ്കര ഉഷാറായിട്ടാണ് നിൽക്കണത് കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക്
ഇരിക്കാൻ പോലും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആൻസൺ പോണ സമയത്ത് ഞാൻ കുട്ടീനെ ചാക്കോച്ചനെ മടിയിൽ വെച്ചിരിക്കുന്ന കാരണം പോകുന്നൊരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ ഡിവൈൻ്റെ വീഡിയോയിൽ കാണാം. ഡിവൈനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസം ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഡിവൈൻ ഇടണമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഡിമ്പിളും മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇന്ന് ആൻസിന് നേരത്തെ പോകേണ്ടത് കൊണ്ട് ഡിന്നർ നേരത്തോടെ അങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഫ്രിഡ്ജൊന്നും കാര്യമായിട്ട് എനിക്ക് ഒതുക്കേണ്ടി വന്നില്ല. ആ കുട്ടി പുറത്തായിരുന്നു. അതായത് ഇതിൻ്റെ ബാക്കിൽ ഒരു ഫാൻ എന്തോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളിവിടെ ക്ലീൻ ചെയ്തപ്പോൾ പൊടി മൊത്തം കയറിയിട്ട് എന്തോ ബ്ലോക്കായി കിടന്നതാണ്. അതാണ് തണുക്കാഞ്ഞത്. അപ്പോൾ അത് ബ്ലോക്ക് മാറ്റിയ വേറൊരു പീസ് എന്തോ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജ് ഓക്കെ ആയി. ആ മോൻ തന്നെ എല്ലാം അടിയിൽ ആ ബാക്കിലൊക്കെ ക്ലീൻ ചെയ്ത് ശരിക്ക് ആ എടുത്ത പോലെ തന്നെ ഇട്ട് തന്നു. അപ്പോൾ കണ്ടു ഫുള്ള്. അതുകൊണ്ട് തന്നെ ഒതുക്കൽ ആ ഒറ്റയടിക്ക് അങ്ങോട്ട് കഴിഞ്ഞു. ഞാൻ ഒതുക്കാൻ ഓരോ കള്ളിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഫ്രീസർ കംപ്ലീറ്റ് ഞാൻ ഒതുക്കിയിട്ടോ. അതിൽ ആട്ട് നെയ്യുണ്ട്, ശരിക്കുള്ള നെയ്യുണ്ട്, പലതുണ്ട്, ഒക്കെ ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ അടിയിലത്തെ 3 കള്ളി, ഈ ഏറ്റവും അടിയിലത്തെ കള്ളി എന്ന് പറഞ്ഞാൽ ഒതുക്കാൻ കുറേ പ്രയാസമാണ്. കാരണം കുറേ എസൻസുകൾ, കേക്കിൻ്റെ സാധനങ്ങളൊക്കെയാണ്, ഒക്കെ എടുത്ത് കളയാനുള്ളതാണ്. ഇതും അതെ, ഇവിടെയും ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ ലൈം ജ്യൂസോ അത് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് 10:45 കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് കഴിഞ്ഞ് കുട്ടികളൊക്കെ അവരാരുടെ മുറികളിലേക്ക് പോയി. ഇനിയിപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയേ വേണ്ടു. അപ്പോൾ നാളേക്കുള്ളത് പുട്ടിനുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഡിവൈൻ്റെ വക നാളെ പുട്ടുണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ അപ്പോൾ ഞാൻ കടലയാണ് ആദ്യം വെള്ളത്തിലിട്ടത്. പിന്നീട് ആലോചിച്ച് നമ്മൾ ഫ്രീസർ ഇങ്ങനെ ആയപ്പോൾ ഒരു ബോക്സ് മീനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് തിരിച്ച് വെക്കേണ്ട, എന്നാൽ പിന്നെ അത് മീൻകറി വെക്കാം, കടല നമുക്ക് കറി എന്തെങ്കിലും വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ഇട്ടു. അപ്പോഴാണ് ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടില്ല എന്നുള്ളത് ഓർത്തത്. അപ്പം ഞാൻ വെള്ളം നിറച്ച് വെച്ച് കടല കുതിർത്തതൊന്ന് മൂടി വെച്ച് അടുക്കളയിലത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. പിന്നെയാണ് നമ്മളുടെ എൻ്റെ ബെഡ്റൂമിലേക്ക് കിടന്നത്. നിങ്ങൾക്കിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് പകൽ ഞാൻ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴേക്കും എൻ്റെ ഫ്രിഡ്ജ് എൻ്റെ പണി പറ്റിച്ചു. അത് കഴിഞ്ഞ് ആൻസനും വന്നോട് കൂടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അവിടെ കിടക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു റൂം ഉള്ളത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ പാച്ചുവിന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും പനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ പോകാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ മണി 11 ആവാൻ പോണു. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണല്ലോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പരിപാടികളും ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇന്ന് എന്താ പറയുക, ഭയങ്കര തിരക്കുള്ളൊരു ദിവസം. എൻ്റെ കാലൊക്കെ ഭയങ്കര കഴപ്പ്, കൈയായാലും കാലായാലും. ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ പതുക്കെ പനിച്ചു തുടങ്ങി. അപ്പോൾ ഞാനൊരു ഡോളോ എടുത്ത് കഴിച്ചു. കാരണം ഇനി കിടക്കണതിന് മുമ്പ് കുറച്ച് ചുക്കും കുരുമുളകും കൂടി കഴിച്ചാൽ പനിയൊക്കെ നാളെ നേരെ വെളുക്കുമ്പോഴേക്കും പമ്പ കിടക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വിശേഷം. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം.